ഹലോ, മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ ഷെറീസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന വിഭവം ഒരു അറബിക് ഡിഷാണ്, അതായത് ചിക്കൻ മജ്ബൂസിൻ്റെ റെസിപ്പി. ഇതിനായി 2 ഒനിയൻ, 3 പീസ് ഗാർലിക് ഇവ സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. ശേഷം സ്റ്റൗ ഓണാക്കി കടായി വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഒനിയൻ, ഗാർലിക് ഇട്ട് ഇളക്കുക. ലേശം ഉപ്പ് കൂടെ ചേർക്കുക. 2 ടൊമാറ്റോ, 2 പീസ് മാഗി ക്യൂബ്, ഒരു ഉണക്ക നാരങ്ങ ഇവ റെഡിയാക്കി വെക്കുക. ഒനിയൻ കുറച്ച് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ ഉണക്ക നാരങ്ങ, ബേ ലീഫ്, ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക ഇവ ചേർക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളക്, 2 ഗ്രീൻ ചില്ലി, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ അറബിക് മിക്സ് മസാല, നേരത്തെ എടുത്തു വെച്ച മാഗി ക്യൂബ് 2 പീസ് ഇവയെല്ലാം ചേർത്ത് ഇളക്കിയ ശേഷം 2 ടൊമാറ്റോ സ്ലൈസാക്കി വെച്ചത് കൂടെ ചേർത്തിളക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസസ് ഇതിലേക്കിട്ട് ഇളക്കുക. നന്നായി ഇളക്കിയ ശേഷം അടച്ചു വെച്ച് വേവിക്കുക. റൈസ് കഴുകി 1/2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കുക. ചിക്കൻ ഹാഫ് കുക്കായ ശേഷം തിളച്ച വെള്ളം ഒഴിച്ച് റൈസ് അതിലേക്കിട്ട് ഇളക്കുക. 1 കപ്പ് റൈസിന് 1/4 കപ്പ് വെള്ളം എന്ന റേഷ്യോയിലാണ് എടുക്കേണ്ടത്. ചില റൈസിനനുസരിച്ച് എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം. സാധാരണ സെല്ല റൈസ്, ബസ്മതി റൈസാണ് എടുക്കാറുള്ളത്. നമുക്ക് നമ്മുടെ കയ്യിൽ ഏത് ബസ്മതി റൈസാണ് ഉള്ളതെങ്കിലും അതെടുക്കാം. ഉപ്പ് നോക്കി കുറവുണ്ടോ എന്ന് നോക്കുക. കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. തീ സ്ലിമ്മാക്കി വെക്കുക. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കി ഇളക്കി നോക്കുക. കുറച്ച് സമയം കൂടെ അടച്ചു വെച്ച് വേവിക്കുക. പിന്നീട് ഒന്നുകൂടെ തുറന്നു നോക്കി നന്നായി ഇളക്കുക. വെള്ളം വറ്റി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം, റൈസ് കുക്കായി എന്നും ഉറപ്പുവരുത്തിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്കിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ ചിക്കൻ മജ്ബൂസ് റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.